അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവ്വജനങ്ങൾക്കും അനുഗ്രഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവ്വകാലഘട്ടത്തിലും ഗുണകാംക്ഷയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവും ഇല്ല. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അത് ആകാശമല്ല, ഭൂമിയല്ല, സൂര്യനല്ല, ചന്ദ്രനല്ല, നക്ഷത്രമല്ല, മറ്റു ജീവജാലങ്ങളൊന്നുമല്ല, മറ്റൊരു സൃഷ്ടിയും അല്ല. പിന്നെന്താണ്? അത് അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഹബീബാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് ലോകത്ത് എല്ലാ വിശ്വാസിയും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അള്ളാഹു തആല അനുഗ്രഹം ചെയ്തതല്ലാതെ മറ്റൊന്നുമില്ല. അള്ളാഹുവിൻ്റെ സർവ്വ കാരുണ്യവും അള്ളാഹുവിൻ്റെ റസൂൽ മുഖേനയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം മഴയല്ലേ? അല്ല. സൂര്യനല്ലേ? അല്ല. ചന്ദ്രനല്ലേ? അല്ല. എന്നാൽ ഈ ലോകമല്ലേ? ഈ ലോകത്ത് മറ്റൊന്നുമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അഅ്ളമുൻ നിഅമാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാഹു തആല നമുക്ക് നൽകിയത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നത്. മറ്റെല്ലാം, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, നക്ഷത്രമാകട്ടെ, ഗോളമാകട്ടെ, ശാസ്ത്രമാകട്ടെ, മഴയാകട്ടെ, കാറ്റാകട്ടെ, വെയിലാകട്ടെ, ചൂടാകട്ടെ, തണുപ്പാകട്ടെ, സർവ്വതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അള്ളാഹു നമുക്ക് നൽകിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അള്ളാഹുവിൻ്റെ ആദ്യ സൃഷ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമാണ് അള്ളാഹുവിൻ്റെ ആദ്യ സൃഷ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് എല്ലാം അല്ലാഹു തആല സൃഷ്ടിച്ചത്. അവിടുന്ന് കാരണമായിട്ടല്ലാതെ, നിമിത്തമായിട്ടല്ലാതെ ഒരു അനുഗ്രഹവും ഒരു കാരുണ്യവും അല്ലാഹു തആല ഒരാൾക്കും ഒരു കാലത്തും ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. ഇത് ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ അനുഗ്രഹം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നതിൽ യാതൊരു ആശങ്കയുമില്ല. അത് ഖുർആൻ വളരെ സുവ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും എന്ന് തുടങ്ങി അല്ലാഹു തആല ആയത്തിലൂടെ വിവരിക്കുകയാണ്, നിങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് അവരിൽ നിന്ന് തന്നെ നല്ലൊരു ആളെ നാം അയച്ചു. അത് അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ. അനുഗ്രഹം മാത്രമാണോ? കാരുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്ലാഹു തആല പറയുന്നുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പറയാൻ, അങ്ങ് സർവ്വ ആളുകൾക്കും, സർവ്വ സൃഷ്ടികൾക്കും, സർവ്വകാലഘട്ടത്തിലും ഗുണം കാംക്ഷിക്കുന്ന ആളാണ്. അങ്ങ് ഗുണമുള്ള ആളാണ്, എല്ലാവർക്കും കാരുണ്യവാനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അല്ലാഹു തആല പറയാണ്. അത് അക്കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും എന്നല്ല, അതിൻ്റെ മുമ്പും ശേഷവുമുള്ളവർക്കും. ഇനി മനുഷ്യന്മാർക്കെല്ലാവർക്കും അങ്ങനല്ല, മുസ്ലിമീങ്ങൾക്കെല്ലാവർക്കും അങ്ങനൊന്നുമില്ല. ഇല്ലല്ല, അങ്ങനൊന്നുമില്ല. എല്ലാവർക്കും, എല്ലാ സൃഷ്ടികൾക്കും, എല്ലാ ജീവികൾക്കും, എല്ലാ സസ്യങ്ങൾക്കും, അള്ളാഹു അല്ലാത്തത് എന്തെല്ലാം ഇവിടെയുണ്ടോ അതിൻ്റെ എല്ലാറ്റിനെയും അനുഗ്രഹമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചത് എന്ന്, അവിടുത്തെ എല്ലാവർക്കും കാരുണ്യമായിട്ടാണ് നബി തങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചതെന്ന് സൂറത്തുൽ അംബിയായിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം നിഅമത്തുകൾ, ധാരാളം കാരുണ്യം, റഹ്മത്തുകൾ, ഇതെല്ലാം ലഭിക്കുന്നത് നബിതങ്ങൾ മുഖേന മാത്രമാണെന്ന് ഇമാമിയങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്ര വലിയ അനുഗ്രഹം, ആ അനുഗ്രഹം ആഘോഷിക്കേണ്ടതാണ്. അതെങ്ങനെ ആഘോഷിക്കണം? ആഘോഷിക്കുകയും സന്തോഷിക്കുകയും വേണമെന്ന് ഖുർആൻ ഉദ്ഘോഷിച്ചത് കൊണ്ട് തന്നെ നമുക്കും ആഘോഷിക്കണം. എല്ലാ നിലക്കും മദ്ഹുകൾ പാടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹുകൾ വളരെ കൂടുതൽ പറഞ്ഞ്, അവിടത്തോടുള്ള പോരിശ പറഞ്ഞ്, നല്ല രൂപത്തിൽ മൗലിദ് ചൊല്ലി, ബുർദ ചൊല്ലി, റാലി പോയി, എല്ലാ നിലക്കുള്ള ആഘോഷങ്ങളും ഇസ്ലാമിക പരിധിക്കുള്ളിൽ എന്തെല്ലാം ആഘോഷങ്ങൾ പറ്റോ അതെല്ലാ ആഘോഷവും
വളരെ ഭംഗിയിൽ വിശ്വാസികൾ നടത്തുകയും ചെയ്യും. അല്ലാഹു തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിഫ്ളും ഹിമായത്തും അവിടുത്തെ പൊരുത്തവും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.